ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇതാ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾ കുറേ പേര് വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ പേഴ്സണൽ മെസ്സേജ് ആണെങ്കിലും കുറേ വന്നിട്ടുണ്ടായിരുന്നു എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട്. അപ്പം പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച കുറേ പേർക്കൊക്കെ ഞാൻ റീസൺ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേസമയം ബാക്കിയുള്ള എല്ലാവരോടും ഞാൻ വഴിയെ എന്താണ് ഇത്രയും നാളും വീഡിയോ ഡിലേ ആയെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇത് കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ ഒരു ദിവസം രാവിലെ പാത്തുവിന് ഒരു സർപ്രൈസ് കൊടുക്കുന്നതാണ് കേട്ടോ. പാത്തു എണീറ്റ് വന്നപ്പോഴത്തേക്കും പാത്തുവിൻ്റെ സർപ്രൈസ് കണ്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്നതാണ്. ഇതാണ് സ്റ്റഡി ടേബിൾ. അപ്പോൾ കുറേ നാളായി അവളൊരു സ്റ്റഡി ടേബിൾ ചോദിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഈ സ്റ്റഡി ടേബിൾ കണ്ടങ്ങ് ഇഷ്ടപ്പെട്ടിട്ട് ഇത് മേടിച്ച് തരാമെന്നൊക്കെ ചോദിച്ചു. അപ്പം പിന്നെ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങ് പോരുകയാണ് ചെയ്തത്. അപ്പോൾ തലേന്ന് രാത്രിയിൽ ഇതിന് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ അത് മേടിച്ചിട്ട് വന്നായിരുന്നു. പക്ഷേ അവൾ നേരത്തെ കിടന്ന് ഉറങ്ങിയത് കൊണ്ട് അവൾ കണ്ടില്ല. അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോഴാണ് കേട്ടോ അത് കാണുന്നത്. അത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയായി. അപ്പം പഠിക്കാനൊക്കെ ഇപ്പോൾ ഇത്തിരി മടിയാണ് കേട്ടോ. ഇത്തിരിയെല്ലാം നല്ല രീതിയിൽ മടിയാണ്. അപ്പോൾ സ്റ്റഡി ടേബിൾ വാങ്ങിച്ചു തന്നാൽ പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സ്റ്റഡി ടേബിളൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അവൾ ആഗ്രഹിച്ച ആ ഒരു സ്റ്റഡി ടേബിൾ തന്നെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ അതൊക്കെ നോക്കിയിരിക്കുകയാണ്. പിന്നെ ഇപ്പം ഞാൻ പൊതുവെ അടുക്കള കയറാറേ ഇല്ല കേട്ടോ. വല്ലപ്പോഴും ഒക്കെ കയറി എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചെയ്യുന്നതല്ലാതെ ഫുള്ളായിട്ട് അമ്മ തന്നെയാണ് കുക്കിങ്. അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ വന്നിട്ട് ഇപ്പോൾ കുറേ ദിവസങ്ങളായി കേട്ടോ. ഒരു മാസത്തോളമായി അമ്മ വന്നിട്ട്. അപ്പോൾ വീഡിയോ ഒന്നും ഇടാത്തതുകൊണ്ടാണ് നിങ്ങൾ കാണാഞ്ഞത്. അപ്പോൾ അമ്മ തന്നെയാണ് കുക്കിങ്ങും കാര്യങ്ങളും. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മാത്രമേ ഞാൻ അത്യാവശ്യത്തിന് കയറാറുള്ളൂ. പിന്നെ ദിനു ജിമ്മിലേക്ക് പോകുന്നതിന് മുന്നേ ബദാം തിളയുന്ന വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ പാത്തു സ്റ്റഡി ടേബിളിൽ തന്നെ ഇങ്ങനെ ഇരിപ്പാണ് കേട്ടോ. അപ്പോൾ പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് വന്നതാണ്. അങ്ങനെ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് വീണ്ടും സ്റ്റഡി ടേബിളിൽ തന്നെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ അവൾക്ക് പഠിക്കണം എഴുതണം എന്നാണ് കേട്ടോ അവൾ പറയുന്നത്. പിന്നെ അതിനിടയ്ക്ക് പാത്തുവിൻ്റെ പല്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ആദ്യത്തെ പല്ല് പറിച്ചു. അത് ഇപ്പോൾ 2-3 പല്ല് ഇളകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 പല്ല് മൊത്തത്തിൽ പോയി കേട്ടോ. അപ്പോൾ ആദ്യത്തെ പല്ല് പറിക്കുന്നതിൻ്റെയാണിത്. ഇത്രേ ഉള്ളൂ. നാക്കിട്ടാക്കല്ല അവിടെ കാണിച്ചേ. കാണിച്ചേ. കണ്ടോ, ഇത്രേ ഉള്ളൂ കാര്യം. ഓക്കെ. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും കാണിക്കാതെ പെട്ടെന്ന് തന്നെ അവളുടെ പല്ല് പറിച്ചു. അവൾ ഇളകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ പറയുമായിരുന്നു ഇളക്കി കൊടുക്കണം, നന്നായിട്ട് ഇളകിയ വേദനയില്ലാതെ പറിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ അവൾ തന്നെ ഇളക്കി കൊടുക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾ കരയുവോ ഒന്നും ചെയ്തില്ല, പെട്ടെന്ന് തന്നെ പറിക്കാൻ പറ്റി. ഇപ്പോൾ 2 പല്ല് മൊത്തത്തിൽ പോയിട്ടുണ്ട് താഴത്തേത്. ഇപ്പോൾ മേളിലാണെങ്കിലും ഒരു പല്ല് ഇളകുന്നുണ്ട് കേട്ടോ. അപ്പം ദിനു ജിമ്മിലേക്ക് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബദാമൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ് കഴിക്കാനായിട്ട്. അമ്മ ചായ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ കുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ അതിന് ഇടയ്ക്ക് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു ഗ്ലാസ് ഇഞ്ചി ചായയും അതുപോലെ ബദാമും കൂടെ കഴിക്കുകയാണ്. പാത്തു ആണെങ്കിൽ പാല് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് പാത്തു എന്തൊക്കെയോ സ്കൂളിലെ കഥകളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേട്ടുകൊണ്ടിരുന്നിട്ടാണ് ഞാൻ ചായ കുടിക്കുന്നതും അവൾ പാല് കുടിക്കുന്നതും. പിന്നെ സ്റ്റഡി ടേബിൾ കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഇന്നിപ്പം കടലക്കറി വെക്കുന്നുണ്ട്. അപ്പോൾ കടലക്കറി അപ്പമാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതിന് ഒരു കപ്പ് കടല തലേന്ന് തന്നെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം തലേന്ന് രാത്രി സോക്ക് ചെയ്യാൻ വെച്ച കടലയിലേക്ക് 2 സവോള അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറി കേട്ടോ. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1.5 ടീസ്പൂൺ നമ്മൾ ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആണെങ്കിൽ നല്ലൊരു കളറും കൂടെ കിട്ടും കേട്ടോ. അതുപോലെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി മല്ലിപ്പൊടി ഒരേ അളവിലാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഞാൻ മീറ്റ് മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. മീറ്റ് മസാല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിക്കൻ മസാല ആണെങ്കിലും ചേർത്താൽ മതി. അപ്പോൾ അതും കൂടെ ചേർത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഈ സവോള എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും അതുപോലെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ കടല കുക്കാകാനായിട്ട് ഞാൻ ആദ്യം ഒരു വിസിൽ അടിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്കിത് നന്നായിട്ട് കടല വെന്ത് കിട്ടും കേട്ടോ. നല്ല കടലയാണെങ്കിൽ നല്ലോണം വെന്ത് കിട്ടും. പിന്നെ മേടിക്കുന്ന കടലയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ട് വ്യത്യാസം വരുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു 20 മിനിറ്റ് നമ്മൾ അത് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മാങ്ങാപ്പഴമാണ്. അപ്പോൾ മാങ്ങാപ്പഴം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. ഇടയ്ക്ക് അച്ഛനും അമ്മയും ദിനുവിൻ്റെ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ വന്നപ്പം മാമ്പഴം കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ മാമ്പഴം കറി വെക്കാനായിട്ട് അമ്മ എടുത്തതാണ് കേട്ടോ.
അപ്പോൾ ഇത് വെറുതെ തേങ്ങ അരച്ച് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് മാമ്പഴം. അതിനോട് ഈ തൈര് ഒഴിച്ച് വെക്കുന്ന നമ്മൾ പുളിശ്ശേരി വെക്കില്ലേ, മാമ്പഴ പുളിശ്ശേരി, അതിനോട് വലിയ താല്പര്യമില്ല. ഇങ്ങനെ വെറുതെ തേങ്ങ അരച്ച് വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ മാമ്പഴം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പാത്തുവാണെങ്കിൽ ആ ഒരു സ്റ്റഡി ടേബിൾ കണ്ടതിൻ്റെ ആവേശത്തിലിരുന്ന് എഴുതുവാണ് കേട്ടോ. ഈ ഒരു ദിവസം മാത്രമേ ഈ ആവേശം കാണുള്ളൂ എന്ന് കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. അതുപോലെ തന്നെയാണ് ഇടയ്ക്കൊക്കെ പോയി ഒന്നിരിക്കുന്നല്ലാതെ അതിനായിട്ട് മെനക്കെട്ട് അവളൊന്നും ഇരിക്കാറില്ല കേട്ടോ. പിന്നെ ഇത് അമ്മ പയർ ഒന്ന് തോരൻ വെക്കുന്നുണ്ട്, അച്ചിങ്ങ പയർ തോരൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പോയി ഷൂട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒന്നും അധികം ചെയ്യാറില്ല, അതാണ് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അത് മാമ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോഴത്തേക്കും അമ്മ അതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാനായിട്ട് പോകണം കേട്ടോ. ഈ ഒരു തേങ്ങയിലേക്ക് കൊച്ചുള്ളിയും അതുപോലെ ജീരകവും പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. ഈ ഒരു കറി അത്യാവശ്യം ഇങ്ങനെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ് ഇതിനൊരു ഇഷ്ടം. എനിക്ക് ഈ കറി വലിയ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന തൈരൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഇതിൽ നിന്ന് മാമ്പഴം മാത്രം ഞാൻ പെറുക്കി കഴിക്കും കേട്ടോ. അങ്ങനെയാണ്. ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ കടുക് വറുത്ത് വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ കൂടെ വറുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി പോയിട്ടുണ്ടായിരുന്നു ഒന്ന് കറിക്ക്, ഇത്രയും മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ കറി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുമായിരിക്കും, പക്ഷേ എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എനിക്ക് മറ്റേതാണ് ഒന്നുകൂടി ഇഷ്ടം. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പയർ തോരൻ റെഡി ആയിട്ടുണ്ട്, പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കടല നന്നായിട്ട് വെന്തിട്ട് അത് കുക്കർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് തേങ്ങയും അതിൻ്റെ കൂട്ടത്തിൽ പെരുംജീരകം ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം കൂടി ഇട്ടിട്ട് അത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അമ്മ ഇതാ പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് അരച്ചെടുത്തതിന് ശേഷം നമുക്കത് കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്, അരിയൊക്കെ വാർത്തിട്ടിട്ടുണ്ട് അമ്മ. അപ്പോൾ ഇതാ കടലയൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ നല്ലോണം പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ചേർത്ത് കൊടുക്കാനായിട്ട് പോകണം. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൽ വെള്ളം കുറവായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് തിളപ്പിച്ച വെള്ളം തന്നെ ചേർക്കണം കേട്ടോ. കറിയൊക്കെ ഉണ്ടാക്കുമ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ തിളപ്പിച്ച വെള്ളം ചേർക്കുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ്. പച്ചവെള്ളം ചേർത്ത് ആ കറിയുടെ ടേസ്റ്റേ മാറിക്കിട്ടും. അപ്പോൾ ആ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അമ്മ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അപ്പത്തിൻ്റെ മാവൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട് ആ ഒരു മാവ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ പാത്തുവിന് സ്കൂളിൽ പോകേണ്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. കാരണം രാവിലെ അമ്മയ്ക്ക് തന്നെ എല്ലാം കൂടെ പാടാം. അവളെ ഉന്തിത്തള്ളി സ്കൂളിലേക്ക് വിടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനും കൂടി എണീറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ നടക്കത്തില്ല. അപ്പോൾ ഇതാ കടലക്കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ലാസ്റ്റ് കടുകും വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് നന്നായിട്ട് കടലക്കറിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡിയായി. ഉപ്പൊക്കെ നോക്കുക, കറക്റ്റ് പാകത്തിനായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കടലക്കറിയാണ്. പുട്ടിന്, അപ്പത്തിന്, എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു കടലക്കറി കേട്ടോ. അപ്പോൾ ഇത് ആ പാത്തുവാണെങ്കിൽ അപ്പം കഴിക്കാനായിട്ടിരുന്നു, അപ്പം ചുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇരുന്ന് പതുക്കെ കഴിക്കാൻ സമയമുണ്ട്. അതുകൊണ്ട് ഇന്ന് നേരത്തെ എണീറ്റുകൊണ്ട് ഒരുപാട് സമയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ പാത്തുവിന് കൊടുത്തിടാനായിട്ട് ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയിൽ എളുപ്പമാക്കിയത് കേട്ടോ. അപ്പം കുഞ്ഞു അപ്പം അതാകുമ്പോൾ അവൾക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായി, ഇങ്ങനെ ചെറിയ അപ്പം ആകുമ്പോൾ. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് കുറച്ച് മാവ് കോരി ഒഴിച്ചതിന് ശേഷം ഒറ്റ തവണ ചുറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാ കറക്റ്റായിട്ട് ഇങ്ങനെ ഉണ്ണിയപ്പം പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം പിന്നെ അവൾക്ക് കടലക്കറിയും ചക്ക ചിപ്സും കാഷ്യൂനട്ടും കൊടുത്ത് വിടുന്നുണ്ട്. ചക്ക ചിപ്സും നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നപ്പോൾ അവർ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അവൾക്ക് ഇന്ന് സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത്. അങ്ങനെ പാത്തുവിൻ്റെ ടിഫിൻ ബോക്സൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ദിനുവിന് ലഞ്ച് ബോക്സും എടുത്ത് വെച്ചിട്ടുണ്ട്. ചോറ് പിന്നെ കടലക്കറി ഞങ്ങൾ ചോറിൻ്റെ കൂടെയും കഴിക്കും കേട്ടോ. എല്ലാവരും ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കും. പിന്നെ പയറ് തോരനുണ്ട്, ചമ്മന്തിപ്പൊടി ഉണ്ട്, അതുപോലെ മാങ്ങാപ്പഴം കറിയുണ്ട്. ചമ്മന്തിപ്പൊടി അമ്മ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. പിന്നെ ഇതാ ദിനു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും പാത്തുവിൻ്റെ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും ഒക്കെ ഒന്ന് എടുത്ത് ബാഗിലേക്കാക്കി ദിനു വന്നിട്ട് ഓഫീസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലല്ല ഞാൻ. പെട്ടെന്ന് വയ്യാതെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ പറ്റുന്ന പോലെയൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതാ പാത്തുവിന് ഇന്ന് ഒരേ നിർബന്ധം ഞാൻ തന്നെ കൊണ്ടുവിടണമെന്ന്. മറ്റേ അമ്മ തന്നെയാണ് കേട്ടോ രാവിലെ താഴേക്ക് കൊണ്ടുവിടുന്നതും വിളിച്ചുകൊണ്ട് വരുന്നതും അമ്മ തന്നെയായിരുന്നു. അപ്പോൾ ദിനുവിന് എന്തെങ്കിലും അവധി ഉണ്ടെങ്കിൽ ദിനു കൊണ്ടുവിടുക അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് വരികയും ചെയ്യും. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ തന്നെ വേണം, നമ്മൾ ഭയങ്കരമായിട്ട് വാശി പിടിച്ചു. അപ്പോൾ അതുകൊണ്ടെന്നാൽ ഞാൻ പോയേക്കാമെന്ന് വിചാരിച്ചിട്ട്
അവളെ കൊണ്ടുവിടാനായിട്ട് പോവാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ ഒരു ഉപകാരം എന്നാന്ന് വെച്ചാൽ അവളുടെ സ്കൂളിലേക്ക് പോകാനുള്ള വണ്ടി നമ്മുടെ അപ്പാർട്ട്മെൻറ്റിനകത്ത് താഴെ വരും. അപ്പോൾ പിന്നെ ഗേറ്റ് വരെ നടന്നു പോകേണ്ട ആവശ്യമില്ല, താഴേക്ക് ഇറങ്ങി നിന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് അവളെ ഞാൻ കൊണ്ടുവിടാമെന്നും പറഞ്ഞിട്ട് ഞാനും കൂടെ കൂടത്തിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഭയങ്കര കാറ്റാണ്, പക്ഷെ തണുപ്പൊന്നും തുടങ്ങിയിട്ടില്ല, എന്നാലും നല്ല കാറ്റുണ്ട് കേട്ടോ. അങ്ങനെ പാത്തുവിനെ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. അമ്മയോട് ഞാൻ പറഞ്ഞു വേഗം അപ്പം ചുട്ടതായോ ഞാൻ കഴിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഞാൻ വേഗം കഴിക്കാനായിട്ടിരുന്നു. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് കുറേ നാൾ കൂടി ഇങ്ങനെ വോയിസ് ഓവറൊക്കെ കൊടുക്കുമല്ലേ, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ കേട്ടോ തോന്നുന്നത്. വോയിസ് ഓവറൊക്കെ കറക്റ്റ് ആവുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും നിങ്ങൾ ക്ഷമിക്കുക. ഇനിയിപ്പം കണ്ടിന്യൂസ് ആയിട്ടല്ലെങ്കിൽ പോലും ഇത്രയും ഡിലേ വരാതെ ഞാൻ എന്തായാലും വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പം എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നതിൻ്റെ റീസൺ കറക്റ്റായിട്ട് ഞാൻ അടുത്ത വീഡിയോയ്ക്കകത്ത് പറയാം. അപ്പോൾ നിങ്ങൾ എന്തായാലും അടുത്ത വീഡിയോ കാണാതിരിക്കരുത്. എന്തായാലും ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ അപ്പവും കടലക്കറിയും പിന്നെ ഒരു മുട്ടയും കൂടെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. പിന്നെ രാവിലെ തന്നെ നമ്മുടെ കിച്ചണിലെ പരിപാടികൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ ഉള്ളൂ. തുണി കഴുകുക, ബാക്കി കുറച്ച് ക്ലീനിങ് കാര്യങ്ങൾ. അപ്പോൾ കിച്ചണെല്ലാം അമ്മ പെട്ടെന്ന് തന്നെ എല്ലാം ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രാവിലത്തെ ഏകദേശം ജോലികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം പാത്തു ഒരു 1:45 ഒരു സമയമാകും വരാൻ. അപ്പോൾ അതുവരെ നമുക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടും. അപ്പോൾ പാത്തു പോയി കഴിഞ്ഞ് ഫുഡും കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ പോയി കട്ടിലേ കിടക്കുവാണ്. അത്രയ്ക്ക് ക്ഷീണമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.